വത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാളത്തെ ഒരു ദിവസം നമുക്ക് ബാക്കിയുണ്ടോ എന്ന് തീർത്തു പറയാൻ പറ്റാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. മരണത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിലും മരണവാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ഈ ഒരു സത്യം നമ്മളോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി ഓരോരുത്തരും എന്തു കരുതി വെച്ചിട്ടുണ്ട് എന്നവൻ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, നോക്കട്ടെ എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടുതൽ ജാഗ്രതയോടുകൂടെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ തഖ്വ വേണം, സൂക്ഷ്മത വേണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചും അവൻ്റെ വിരോധങ്ങളിൽ നിന്ന് അകന്നു നിന്ന് ജീവിക്കണം എന്നതിന് നമുക്ക് പ്രേരണ നൽകുന്നത് നാളെ എനിക്കെന്തുണ്ട് എന്ന ചിന്തയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുന്നില്ല. ഒരു വാർദ്ധക്യത്തിൻ്റെ ചുരുങ്ങിയ കാലം, നമുക്ക് പ്രത്യേകിച്ച് ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അധ്വാനങ്ങളോ ചെയ്യാൻ പറ്റാത്ത ഒരു ചുരുങ്ങിയ കാലം ഒരു വാർദ്ധക്യത്തിൻ്റേതായി ആയുസ് കിട്ടുന്നവർക്ക് ഇവിടെ ഉണ്ടാകുമല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ആശങ്കപ്പെടുന്നുണ്ട്. ഒരു 60 വയസ്സ് മുതൽ ഒരു 80 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 70 വയസ്സ് മുതൽ ഒരു 100 വയസ്സ് വരെ അഥവാ ഇവിടെ ജീവിക്കേണ്ടി വന്നാൽ അതിൻ്റെ സാധ്യതകൾ തന്നെ വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സമയം ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരൂ, എനിക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നതിനെക്കുറിച്ച് ബേജാറാകുന്നില്ലേ നമ്മൾ ഈ ഒരു ഹ്രസ്വമായ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ? എന്ന സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നമ്മളുടെ മുമ്പ് മറവ് ചെയ്യപ്പെട്ട ആളുകൾ ഇന്നും ഖബറിലാണ്. എത്ര വർഷങ്ങളായി ചോദിക്കും നിങ്ങൾ? ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ ഖബറിലാണ്. അതൊരു ജീവിതം തന്നെയാണല്ലോ. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ അനുഭവങ്ങളുമായി മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ കഴിച്ചു കൂട്ടുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ടാണല്ലോ ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നത് മുമ്പാസ്തനാബി മറക്കത്തിന്, ഞങ്ങൾ ഉറങ്ങല്ലേ, ഞങ്ങൾ ആരാണ് വിളിച്ചുണർത്തിയത് എന്നവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരൊരു ജീവിതത്തിലാണുള്ളത്. ആ ജീവിതത്തിൽ നിന്നാണ് അവർ ഉണരുന്നത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസുൻ. അല്ലാഹു ആ ജീവിതത്തിൻ്റെ പേര് തന്നെ പറഞ്ഞു, ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ബന്ധപ്പെടാൻ പറ്റാത്തൊരു ജീവിതം. അത്രേ ഉള്ളൂ അതിനർത്ഥം. ഒരു മറയുണ്ട് നമുക്കും അവർക്കും മുമ്പിലുള്ള ആശയവിനിമയങ്ങൾക്കും മനസ്സിലാക്കലുകൾക്കും ഒരു മറയുണ്ടെന്ന് മാത്രം. പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് പോയാലും അവരവിടെ ജീവിക്കുകയാണ്. ഇനി അത് മാറ്റിവെക്കൂ നിങ്ങൾ. മാതാമതി സമാവാത്തു വല്ലർന്ന്, പ്രപഞ്ചം നിലനിൽക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ സ്വർഗം നിലനിൽക്കുന്നിടത്തോളം സ്വർഗത്തിലും നരകം നിലനിൽക്കുന്നിടത്തോളം നരകത്തിലും ജീവിക്കേണ്ടി വരുന്ന അതിദീർഘമായ, അതിദൈർഘ്യമേറിയ ഒരു ദിവസത്തിന് പോലും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ദൈർഘ്യമുള്ള ജീവിതങ്ങൾ നമ്മൾ ഇനി തരണം ചെയ്യാനിരിക്കും. അതിനൊക്കെ വേണ്ടി എന്താണുള്ളത്? ഈ ആയിരക്കണക്കിന് വർഷം ഖബറിൽ കിടക്കാൻ, അല്ലെങ്കിൽ അനന്തമായ കാലഘട്ടം സ്വർഗത്തിലും നരകവുമുള്ള ഒരു പരലോകത്ത് എത്തിപ്പെട്ടാൽ അവിടെ രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും എന്തുണ്ട് എന്ന ആത്മപരിശോധന ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മൾ നടത്തേണ്ടതുണ്ട്. അതൊരു പക്ഷേ നിർബന്ധിക്കപ്പെടാതെ മനുഷ്യൻ നടത്താതെ പോകും. ജീവിതത്തിൻ്റെ ഒഴുക്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാനും ആലോചിക്കാനും ഒരു നിർബന്ധ സാഹചര്യമില്ലെങ്കിൽ മനുഷ്യൻ അത് മറന്നു പോകും എന്നതുകൊണ്ടാണോ അള്ളാഹു 12 മാസങ്ങളിൽ 1 മാസം വ്രതമാക്കിയത്? അതങ്ങനെ ഒരാചാരപ്രകാരം കടന്നു പോകാൻ പറ്റുന്നതല്ല റമദാൻ എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് റമദാൻ വരുന്നുണ്ടല്ലോ, അടുത്ത ആഴ്ച റമദാൻ ആണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത് കുറച്ച് മെനക്കെടുള്ള സംഭവം തന്നെയാണ്. അതിന് കുറച്ച് ഒരുങ്ങാനും കുറച്ച് ആലോചിക്കാനും ഒക്കെയുണ്ട്. ഒരു പക്ഷേ സയ്യിദ് റഷീദിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്നുണ്ട്, 11 മാസം മനുഷ്യൻ തിന്ന് കുടിച്ച് മിച്ചം വന്ന കുറേ അവശിഷ്ടങ്ങൾ ഉണ്ടാവും എൻ്റെ ശരീരത്തിൽ.
ഒരു പക്ഷേ ആ അവശിഷ്ടങ്ങളെല്ലാം നീക്കാൻ ആ ഒരു മാസത്തെ വ്രതത്തിന് പറ്റുമെങ്കിൽ 11 മാസത്തെ മനുഷ്യൻ്റെ ജീവിതത്തിലെ മാലിന്യങ്ങളെയും പാപങ്ങളെയും എല്ലാം അനാവശ്യമായത് എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ, ഒന്ന് പരിഹരിക്കാനുള്ള ഒരു പ്രവർത്തനം അതിലേറെ റമദാനിൻ്റെ ആത്മീയതയ്ക്ക് പറ്റുമെന്നാണ് പറയുന്നത്. 11 മാസത്തെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെ ക്രമീകരിക്കാൻ ഒരു മാസത്തെ വ്രതത്തിന് പറ്റുമെങ്കിൽ 11 മാസത്തെ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കാൻ അതിലേറെ റമദാനിന് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നാളേക്ക് എന്തുണ്ട് എന്ന ചോദ്യം വീണ്ടും നമ്മളോടൊന്ന് ചോദിക്കും. നമ്മൾ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതന്നെ അള്ളാഹ് വീണ്ടും പറയാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് എന്തുണ്ട് എന്നൊന്ന് നോക്കുന്നതാണ്. ഇത് ജീവിച്ചിരിക്കുന്നവരോടല്ലേ പറയാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്ക്. ഇന്നല്ലാഹ ബിമാ ഖബീർ, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അള്ളാഹു അറിയും. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി നിഗൂഢമായി അള്ളാഹു അറിയും. അങ്ങനെ അള്ളാഹു അറിയുമെന്ന് വിചാരിച്ച് നിന്റെ പ്രവർത്തനങ്ങളെയും നിന്റെ ജീവിതത്തെയും ഒന്ന് ക്രമീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ റമദാൻ കിട്ടാതെ നമ്മുടെ പല സഹോദരങ്ങളും മരണപ്പെട്ടു പോയി. എന്നാൽ ഒരു റമദാൻ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. പക്ഷേ റമദാൻ്റെ മുമ്പ് നമ്മുടെ ജനാസ നമസ്കരിക്കപ്പെടുമോ എന്ന് നമുക്കറിയില്ല സഹോദരങ്ങൾ. പക്ഷെ ഒരു റമദാൻ എന്ന് പറഞ്ഞാൽ ഒരായുസ്സിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന, പരലോകത്തേക്ക് വേണ്ടി, നാളത്തേക്ക് വേണ്ടി മനുഷ്യർ അധ്വാനിക്കാൻ വേണ്ടി കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. അവസരങ്ങളെ ആർക്കെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ അത് ആലോചിച്ച് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരവസരം നമുക്ക് പ്രയോജനപ്പെടൂ. അല്ലാതെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ കടന്നു പോകുന്നു. ആ അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മളിതിൽ ആലോചിച്ച് പ്ലാൻ ചെയ്യണം. ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യും, ഇനി ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകാം. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കലുണ്ടോ? പിന്നെ അങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നൊരാൾ വിചാരിച്ച് പ്ലാൻ ചെയ്ത് ഒരുങ്ങി അതിനു വേണ്ടി തയ്യാറെടുത്തെങ്കിൽ ഒരു പക്ഷേ നടന്നേക്കും. എന്തിനും അങ്ങനെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, റമദാൻ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയും ഇതേ വിഷയം സൂചിപ്പിച്ചു. റമദാൻ വരുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് റമദാനിന് ഒരുങ്ങണം. ഇമാം അൽബാനി സഹീഹാക്കിയ അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, റുബ്ബ സായിമിൻ ഹദ്ദുഹു മിൻ സിയാമിഹി അൽ ജൂഉ വൽ അത്ഷ്. റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരുണ്ട്, ഹദ്ദുഹു മിൻ സിയാമിഹി, അവൻ്റെ നോമ്പിൽ നിന്ന് അവന് കിട്ടിയ വിഹിതം അൽ ജൂഉ വൽ അത്ഷ്, ദാഹവും വിശപ്പും മാത്രമാണ്. ആയുഷ്കാലം മുഴുവൻ ഓരോ വർഷത്തിലും ഓരോ മാസം പട്ടിണി കിടന്ന എത്ര ആൾക്കാരുണ്ടെന്നാ ചോദിക്കണം. എല്ലാ വർഷവും ഒരു മാസം പട്ടിണി കിടന്ന എത്ര ആളുകളുണ്ട് എന്നാണ്. വറുബ്ബ ഖായിമിൻ ഹദ്ദുഹു മിൻ ഖിയാമിഹി അസ്സഹർ, എത്ര രാത്രി നമസ്കാരക്കാരാണ് ഉറക്കമൊഴിച്ചെന്നതല്ലാതെ ആ നമസ്കാരം കൊണ്ട് അവൻ എന്ത് പ്രയോജനമെന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നോമ്പ് നോൽക്കുന്നവൻ നോമ്പിനെ പ്രയോജനപ്പെടുത്തുന്നതിനെ പറ്റി ആലോചിക്കണം എന്നല്ലേ എൻ്റെ അർത്ഥം. രാത്രി നിസ്കരിക്കുന്നവൻ ഉറക്കമൊഴിച്ചത് ചെയ്യുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തണമെന്ന് ആണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിർബന്ധമായൊരു നോമ്പാണ്. ഒരാൾ കരുതിക്കൂട്ടി നോമ്പ് ഉപേക്ഷിച്ചാൽ വളരെ കഠിനമായ ശിക്ഷയാണ് അവനുള്ളത്. മാത്രമല്ല, അവൻ, ചില ആളുകൾ പറഞ്ഞത് ഫിദിയയോടുകൂടെ അവൻ നോറ്റുകൂട്ടണമെന്നാണ് പറഞ്ഞത്. അതല്ല, ഒരാൾ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ ഒരു അടിമയെ അയാൾ മോചിപ്പിക്കണം. പറ്റില്ലെങ്കിൽ 2 മാസം അയാൾ തുടർച്ചയായി നോമ്പ് നോൽക്കണം. അപ്പോൾ 35ാമത്തെ നോമ്പിൻ്റെ അന്ന് അയാൾക്ക് വീണ്ടും നോമ്പ് നോൽക്കാൻ പറ്റിയില്ലെങ്കിലോ അയാൾ അവിടെ നിന്ന് പിന്നെ 60 മുഴുവനാക്കണം. എത്ര കഠിനമായ നടപടിക്രമമാണ് ഒരു നോമ്പ് നഷ്ടപ്പെടുന്നതിനുണ്ടായത്. അയാൾ സ്വന്തം ഭാര്യയുമായി വൈകാരികമായ നിയന്ത്രണങ്ങൾ പാലിക്കാൻ കഴിയാതെ നോമ്പിൻ്റെ പകല് ബന്ധപ്പെട്ട്, അപ്പം അത്ര നിർബന്ധപൂർവ്വം അള്ളാഹു ഒരു കാര്യം നമുക്ക് നിശ്ചയിച്ചതിന് അത്ര വലിയ കാര്യമുണ്ട് സുഹൃത്തുക്കളെ. ഇനി അതിനും പറ്റിയില്ലെങ്കിലോ ഫൈത്താമു സിത്തീന മിസ്കീന, 60 മിസ്കീൻ്റെ ഭക്ഷണം കൊടുക്കണം എന്നാണ്. ഇത്ര കണിശമായൊരു നോമ്പ് എന്തിനാണ് നിശ്ചയിച്ചത്? അതുകൊണ്ട് ചില നേട്ടങ്ങളുണ്ട് സുഹൃത്തുക്കൾ. അപ്പോൾ നിർബന്ധപൂർവ്വം ചെയ്യുമ്പോൾ നമ്മളത് ഒരുങ്ങി ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നോമ്പ് കൊണ്ട് നേടേണ്ട പ്രയോജനം എന്ന് പറഞ്ഞാൽ, നോമ്പ് കൊണ്ട് നേടേണ്ട പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനൊരു തക്കുവള്ള മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കൾ അതിൻ്റെ അർത്ഥം? തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ദേഹേച്ഛകളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മുടെ തൊഴിലും കുടുംബവും ഒക്കെ ബന്ധപ്പെട്ടെന്ന് പറയും പല തെറ്റുകളും സാരല്ല നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ടായിരിക്കും.
ആ കൊണ്ടടക്കുന്ന തെറ്റുകളെ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. അത് ഈ റമദാനിക്കെങ്കിലും പറ്റണം എന്നതാണ് റമദാനിൻ്റെ ലക്ഷ്യസാക്ഷാത്കാരങ്ങളിൽ ഒന്ന്. ചിലപ്പോൾ നമ്മൾ ചില നന്മകളൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും അങ്ങനെ വേണമല്ലോ, എനിക്കും ഇപ്പം ഒന്നൊരു വക്തിന് പള്ളിയിൽ പോയി സുബൈക്കൊന്ന് പള്ളിയിൽ പോയി ശീലിക്കണം, എനിക്കും എന്നും ഈ ഖുർആനൊന്ന് എടുത്ത് ഓതാൻ തോന്നണം, എനിക്കും എന്നും ഈ ഒരു ദീനീ പഠനങ്ങളിലൊക്കെ ഒന്ന് പങ്കുചേരണം. ഇതൊന്നും ആഗ്രഹിക്കാത്ത ആളുകൾ ആരുമില്ല. പക്ഷെ തീരുമാനമാകണില്ല. ഇതൊന്നും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ തീരുമാനമാവാത്ത പ്രശ്നമുള്ളൂ. അതൊക്കെ തീരുമാനമാക്കാനാണ് അതെങ്ങനെ റമദാനിക്ക് തീരുമാനമാക്കുക? കാരണം അന്ന സ്വായിം യത്റുക്കു മാ ഹറമല്ലാഹു അലൈഹി മിൽ അക്ലി വശുർബി വൽ ജിമാഇ വനഹ്വിഹ. കാരണം നോമ്പ് നോൽക്കുന്നവൻ പകലെന്താണ്? വെള്ളം കുടിക്കണില്ല, ഭക്ഷണം കഴിക്കണില്ല, ഭാര്യയുമായി ബന്ധപ്പെടുന്നില്ല. എല്ലാം ഹലാലായി അവൻ്റെ മുന്നിലുള്ള വസ്തുക്കൾ അവൻ സമ്പാദിച്ചു കൊടുക്കുന്നത് അവൻ മാറ്റുന്നു. അല്ലത്തി തെമീലു ഇലൈക നഫ്സുഹു, അവൻ്റെ മനസ്സ് അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്താ ചെയ്യാത്തത്? മുത്തഖർറിബൻ ബിദാലിക ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അതുകൊണ്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യണത്. അപ്പം അള്ളാഹിൻ്റെ ഇഷ്ടവും പൊരുത്തവും കിട്ടാൻ വേണ്ടി ഹലാലായ കാര്യങ്ങൾ മാറ്റിവെച്ച് അവൻ ശീലിക്കുകയാകുന്നു എന്നാണ്. അതാണ് ആ ശീലം അവൻ്റെ ജീവിതത്തിൻ്റെ ശീലമാകുമ്പോൾ അവൻ നിഷിദ്ധങ്ങളെ വിട്ടുനിന്നെന്ത് ചെയ്യും? അവൻ മാറി നിൽക്കും. അപ്പോൾ നന്മകളെ പാലിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ഒരു മാസം കൊണ്ട് നേടണം. അപ്പോൾ എന്താ നമ്മളിന്ന് ഒഴിവാക്കേണ്ടത്? അതൊന്നും ഇപ്പം മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നോമ്പ് തുടങ്ങുക. നോമ്പിന് ഏതായാലും അതൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താണ് നമ്മൾ ശീലിക്കേണ്ട കാര്യം? ഖുർആൻ ഓതാനാണ് എങ്കിൽ റമദാൻ്റെ എല്ലാ ദിവസവും നമ്മൾ വിചാരിച്ച പോലെ ഖുർആൻ ഓതിയിട്ടത് ശീലിക്കാം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി റുബ്ബ സ്വായിമിന് എത്രയെത്ര നോമ്പുകാരാണ് ഓരോ മാസം പട്ടിണിക്കിട്ട് അങ്ങനെ പോയി എന്നല്ലാതെ റമദാൻ കൊണ്ട് എന്തെങ്കിലും പുരോഗതികളോ മാറ്റങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ്റെ നന്മ വരുമ്പോൾ അവൻ മൊത്തം മാറും. ഭക്തിക്ക് കുറച്ച് കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയുടെ സമൂലമായ മാറ്റമാണ്. നിങ്ങൾക്ക് എന്തേ പറ്റി എന്ന് നിങ്ങളുടെ സഹപ്രവർത്തകർ ചോദിക്കുന്ന, നിങ്ങളുടെ ഭാര്യ ചോദിക്കുന്ന, ഭർത്താവ് ചോദിക്കുന്ന ഒരു മാറ്റമാണ് ഇസ്ലാമികമായ മാറ്റം എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അതല്ലാതെ കർമ്മങ്ങളും ആരാധനകളും വർദ്ധിക്കലും മാത്രമല്ല. നോക്കൂ, നിങ്ങൾ ഏറ്റവും മിനിമം നബിൻ്റെ അടുക്കൽ വന്ന ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, കുല്ലി കൗലൻ, ഒരു വാക്ക് എനിക്ക് പറഞ്ഞു തരണം. ഇനി ഒരിക്കലും എനിക്ക് ആ വാക്ക്, ഒരു ഉപദേശം മറ്റൊരാളുടെ ചോദിക്കാനില്ലാത്ത വിധം ഒരു വാക്ക് എനിക്ക് പറയണം. നീ പറഞ്ഞില്ലാത്ത കളപെന്ന കോപിക്കരുത് എന്നാണ്. നമ്മൾ ഏതെങ്കിലും വ്യക്തികളുമായുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ ദേഷ്യം കൊണ്ട് മാത്രം വന്നതാണോ? വേറെന്തെങ്കിലും കാരണം അതിനുണ്ട്? എപ്പോഴെങ്കിലും ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയോ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേഷ്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അവൻ്റെ ദീനിൻ്റെ ഭാഗമായി ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്നാൽ റമദാനിൽ ഒരു ദേഷ്യക്കാരനല്ലാതിരിക്കുവാനുള്ള ഒരു പരിശ്രമം എന്നല്ലേ എൻ്റെ സ്വഭാവം തന്നെ മാറിയിട്ട് ഈ ആളുകളോടൊക്കെ ഇങ്ങനെ വേണ്ടിനും വേണ്ടാത്തിനൊക്കെ ഇങ്ങനെ വെറുതെ ചൂടാടെ പരിപാടി. എന്തായാലും നബി സ്വല്ലല്ലാഹു ഉപദേശിച്ചൊരു കാര്യമല്ലേ, റമദാനിക്ക് ഏതായാലും ഇപ്പോൾ ഈ നോമ്പിന് ഏതായാലും അത് പറ്റൂല. അപ്പോൾ ഒരു മാസം കൊണ്ട് എൻ്റെ ദേഷ്യം ഒന്നാണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ആളുകൾക്ക് പറ്റുന്നൊരു കാര്യമല്ലേ. നമ്മുടെ വ്യക്തി ജീവിതത്തെ സമൂലമായി മാറ്റാൻ എന്ത് ചെയ്യും? ഇതുകൊണ്ടൊക്കെ പറ്റുമെന്നാണ് പറയണത്. സംസാരിക്കാൻ പഠിക്കുക അല്ലേ? ആൾക്കാർക്ക് സംസാരിക്കാൻ അറിയില്ല. നമ്മൾ എന്തെങ്കിലും ഒരാളോട് പറഞ്ഞാൽ അയാൾ തിരിച്ചു പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞത് ശരിയായിട്ടില്ല, നമ്മൾ പറഞ്ഞത് ശരിയാവാഞ്ഞിട്ടാണ് അയാൾ അങ്ങനെ പ്രതികരിക്കുന്നത്. പിന്നെ ആ പ്രതികരണത്തോട് നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പറയാൻ, വർത്തമാനം പറയാൻ പഠിക്കണം, പെരുമാറാൻ പഠിക്കണം. ആരാധനകളെപ്പോലെ പ്രധാനം തന്നെ അനുസരിച്ച് സ്വഭാവം തുറന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു പറയുന്നത് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്നാണ്. ഒരു മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നാണ്. ആ പ്രവാചകനെ പിൻപറ്റുന്നു എന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളിലും ദൃശ്യമാവേണ്ടതില്ലേ സഹോദരങ്ങളെ? അതില്ലെങ്കിൽ നമ്മൾ ആ മാതൃകയിലാണ്, ആ ചര്യയിലാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. രണ്ടാമത്തെ കാര്യം, നോമ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മളെ കാണുകയാണ്. കാരണം നോമ്പിന് മാത്രമല്ലൊരു പ്രത്യേകതയാണ്. ഞാൻ നോമ്പ് നോറ്റുണ്ടോയെന്നില്ല എനിക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അത് ഭക്ഷണം കഴിക്കണത് കാണണം കാണണമെന്നൊന്നുമില്ല. നോമ്പെന്ന ആ നോമ്പിൻ്റെ മഹത്വം
ഞാൻ എൻ്റെ നോട്ടത്തിലും ഇരുത്തത്തിലും ജീവിതത്തിലും രഹസ്യത്തിലും പാലിച്ചോ ഇല്ലേ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തിനാന്നാ എനിക്ക് മാത്രം അറിഞ്ഞിട്ടും ഞാൻ എന്തിനാണ് അങ്ങനെ സൂക്ഷ്മതയിൽ മുന്നോട്ട് പോണത്? എന്തുകൊണ്ടാണ്? അത് അള്ള കാണും, മുറാക്കബത്തുള്ള അത് മാത്രമാണ്. ഈ പടച്ചോനെ പേടി എന്നുള്ളതുണ്ടല്ലോ, അത് റമദാൻ കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒന്നാണ്. അള്ളാഹിനെക്കുറിച്ചുള്ളൊരു ഭയം, അള്ള കാണുമല്ലോ എന്നുള്ള ബോധം മനസ്സ് കിടന്നാൽ പിന്നെ നന്നായില്ലേ സുഹൃത്തുക്കളെ? പിന്നെ നന്നാവാൻ എന്താ പണി? കാരണം നമ്മുടെ നോമ്പിൻ്റെ രഹസ്യം അള്ളാഹുവിന് മാത്രം. അതുകൊണ്ടാണ് അള്ളാഹു അന അജസി ബിഹി എന്ന് പറഞ്ഞത്. ആ നോമ്പിന് ഞാനാ കൂലി കൊടുക്കാൻ, അതിന് കൂലി കൊടുക്കാൻ വേറെ ആർക്കും പറ്റൂല. അവൻ്റെ കൂലി കണക്കാക്കാൻ ആർക്കും പറ്റൂല. കാരണം ആ നോമ്പ് അത്രമാത്രം മനുഷ്യൻ്റെ ആത്മാർത്ഥതയെ അളക്കുന്നതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അതിന് നോമ്പിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഭയം മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഏറ്റവും നന്നായി പ്രതിഫലിക്കുന്ന ഒരു കാര്യമാകുന്നതാണ്. പിന്നെന്താ അറിയോ, ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പം പറ്റും. എൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം നിങ്ങൾ ഇപ്പോൾ ഇന്ന് വിചാരിച്ചാൽ അത് പറ്റൂലെങ്കിൽ അത് പറ്റും. റമദാനിക്ക് പറ്റും. എല്ലാ വേണ്ടാത്തരങ്ങളിലും മനുഷ്യന് മാറാൻ റമദാനിക്ക് പറ്റും. നമ്മൾ ഡി അഡിക്ഷൻ ക്യാമ്പ് തുടങ്ങിയത് റമദാനിലാണ്. ഒരു മദ്യപാനിക്ക് മദ്യപാനത്തിൽ നിന്ന് മോചനം നേടാൻ റമദാനിക്ക് പറ്റും. അതിന് പ്രത്യേക ഒരു കാരണം തന്നെ ഉണ്ട്. എന്തായാലും പിശാചുക്കളുടെ ഉപദ്രവങ്ങളെ വിശ്വാസികളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് അള്ളാഹു ബോധപൂർവം തടുത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അത് അള്ളാഹ് ഇരുന്നത് വലിയ കാരുണ്യമല്ലേ സുഹൃത്തുക്കളെ? ആർക്കെങ്കിലുമൊക്കെ നന്നാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ശൈത്താൻ്റെ സമ്മർദ്ദങ്ങൾ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാണ്, അതൊക്കെ ചെയ്യാനുള്ള ഒരു കരുത്തും ഒരു സഹായവും അള്ളാഹു നമുക്ക് തരികയാണ് ചെയ്യണം. പിന്നെന്താണ് നോമ്പിൻ്റെ ലക്ഷ്യം? അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ വർദ്ധിപ്പിച്ചാലാണ് തെക്കുവ കൂടുക. ലാലക്കും തത്തക്കും എന്നല്ല പറഞ്ഞിട്ട് നന്മ കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തെക്കുവ കൂടും. നന്മ ചെയ്യാൻ മനസ്സില്ലാത്ത ഒരുത്തിന് തെക്കുവ ആണെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. റമദാൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ സമന്വയമാണ്, സമ്മേളനമാണ്. അത്രമാത്രമാണ്. ഒരു നോമ്പോറ്റ എത്ര നിങ്ങൾ 70 ഘാതങ്ങൾ 70 വർഷത്തെ ദൂരം നരകത്തു നിന്ന് അകറ്റപ്പെടും. നോമ്പല്ലേ എല്ലാ പകലും, എല്ലാ രാത്രിയും രാത്രിസ്കാരം. നന്മ മാത്രമുള്ള രാപ്പകലുകൾ വേറെ എന്നാ സുഹൃത്തുക്കളുള്ളത്? നോമ്പിൻ്റെ ഒരു സെക്കൻഡ് പോലും നമ്മൾ നന്മയിലല്ലാതെ കഴിച്ചു കൂട്ടുന്നില്ല. അതാ നോമ്പ് പറഞ്ഞാൽ. പകല് മുഴുവൻ നോമ്പല്ലേ, രാത്രിയിൽ നമസ്കരിക്കുക. രാത്രി നമ്മൾ നമസ്കരിക്കുന്നത് ഭാഗികമായിട്ടാണെങ്കിലും രാത്രി ആ പൂർണ്ണമായി ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം ഒരാൾക്ക് കിട്ടും. എന്തെല്ലാം നന്മകൾക്കാണ് അവസരം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം. ജീവിതത്തിൽ ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ പോലും ഏറ്റവും അധികം പാരായണം ചെയ്യുക റമദാനൊക്കെയാണ്. റമദാൻ അല്ലാത്ത കാലത്ത് തന്നെ ഖുർആൻ നന്നായി ഓതുന്ന ആൾക്കാരുണ്ടാവും. അവരെന്നെ കൂടുതൽ പാരായണം ചെയ്യുന്ന സമയമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. മാത്രമല്ല രാത്രി നമസ്കാരത്തിന് നമ്മൾ ഖുർആൻ പ്രത്യേകമായി കേൾക്കുകയും ചെയ്യും. ചിലപ്പോൾ ചില റമദാനിക്കൊക്കെ നമുക്ക് 30 ജുസുവും കേൾക്കാൻ അവസരം ഉണ്ടാവും. 30 ജുസുവും നിസ്കാരത്തിൽ നിന്നുകൊണ്ട് റമദാനിക്ക് കേൾക്കാൻ അവസരം കിട്ടുക. നന്മ മാത്രം, നന്മ നിറഞ്ഞ കാലഘട്ടം എന്ന് വേണം. അതേപോലെ തന്നെ സ്വതക്ക, ദാനധർമ്മങ്ങൾ ഏറ്റവും നന്നായി നൽകുന്നിരുന്ന റമദാൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവകാരുണ്യത്തിൻ്റെ സന്ദർഭമാണ്. ഒരുപക്ഷെ വിശപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മുഫസ്സിരീങ്ങൾ സൗമിൻ്റെ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ഇമാം സായദിയൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വിശപ്പിൻ്റെ അവസ്ഥ നമ്മൾ അറിഞ്ഞത് കൊണ്ടാവട്ടെ. എന്തായിരുന്നാലും മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഒരു വലിയ സന്തോഷമാണ്. ഇന്നും ആലോചിക്കും, റമദാൻ്റെ കിറ്റ് നൽകില്ല നമ്മൾ പള്ളിയിൽ നിന്ന് കിറ്റല്ലോ. അപ്പോൾ ആ കിറ്റ് റമദാൻ്റെ കിറ്റ് നൽകുമ്പോൾ സ്വാഭാവികമായും അടുത്ത റമദാനക്ക് ആ കിറ്റിൻ്റെ ടോക്കൺ കൊടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ പ്രവർത്തകരോട് ആയിട്ട് പറയും, ഒരു വർഷം ഞങ്ങൾ അതുകൊണ്ട് ജീവിച്ചു എന്ന് പറയും. ഒരു അത്ഭുതമല്ലേ സുഹൃത്തുക്കളെ? ഒരാൾ ഒറ്റയ്ക്കുള്ള, ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത റമദാനിലെ അവർ കാത്തിരിക്കും. ഏത് പള്ളിയിൽ ചെന്നാലും ഒരാൾക്ക് ഭക്ഷണം കിട്ടും. എത്ര സമൃദ്ധമായ ഒരു സമയം! അതിലൊക്കെ നമ്മുടെ പങ്കാളിത്തം വേണം. ആ നന്മകളിലൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും സുഹൃത്തുക്കളെ. എല്ലാ വർഷങ്ങളിലൊക്കെ നടക്കണില്ലേ? 30 ദിവസത്തേക്ക് സ്പോൺസർ ചോദിച്ചാൽ അതൊക്കെ 3 ദിവസം കൊണ്ടാവും. പക്ഷെ നമ്മളതിൽ പങ്കാളികളാവുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അതൊന്നും ഇങ്ങനെ പൈസ ഒഴുകാനുണ്ടായിട്ട് കൊടുക്കണമല്ല, ഉള്ള പൈസയിൽ നിന്ന് പിടിച്ചു വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളാണത്. അതേപോലെ തന്നെ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിക്കാനുള്ള സമയമാണ്.
അത് കുടുംബ ബന്ധം ചേർക്കാനുള്ള സമയം, ധാരാളം നന്മകൾ, എല്ലാ നന്മകൾക്കും കൂടുതൽ അവസരമുള്ള ഒരു സമയമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അടുത്ത റമദാൻ ലക്ഷ്യം നേടുന്ന ഒരു റമദാനായി തീരാൻ നമ്മൾ ശ്രമിക്കണം. ഇനി എന്ത് വേണം, നമ്മുടെ ജോലികളൊക്കെ ഒന്ന് ക്രമീകരിക്കണം. ജീവിക്കാനൊക്കെ അത്യാവശ്യം വകുപ്പുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഒന്ന് ഭാരം കുറക്കുക. നോമ്പൊക്കെ നോക്കിയിട്ട് ജോലി ചെയ്യണ്ടേ, മനസ്സിലല്ലേ? എത്രയും ഓടി എട്ടങ്ങാറായി പിടിച്ചാലും എവിടെ എത്തൂല സുഹൃത്തുക്കൾ. ഇവിടെ റമദാനക്കൊക്കെ എന്താ വെച്ചാൽ ജീവിക്കാനുള്ള അത്യാവശ്യം വകയൊക്കെ ഉണ്ടെങ്കിൽ എന്താ, വേറുള്ളവർക്ക് നമ്മളെ ജോലി ക്രമീകരിച്ച ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ക്രമീകരിക്കുക, സമയമൊക്കെ ഒന്ന് ക്രമീകരിക്കുക, രാത്രിയൊക്കെ ഒന്ന് ഫുള്ള് ഫ്രീ ആക്കിയിടുക. ഒരു മഗ്‌രിബ് മുതൽ നോമ്പ് തുറന്നാൽ നേരം വെളുക്കണ വരെയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിടുക. വക്തിന് ജമാഅത്തിന് പോകത്തക്ക വിധത്തിൽ നമ്മളെ ഓഫീസുകളിലും ഷോപ്പുകളിലൊക്കെ എന്ത് ചെയ്യാറോ ക്രമീകരണങ്ങൾ നടത്തുക. അങ്ങനെ ഈ റമദാനും വെറുതെ പട്ടിണിയാവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. ആത്മാർത്ഥമായി നോമ്പ് നോൽക്കാനും നോമ്പിലേക്ക് എത്താനും അത് പ്രതിഫലത്തോടെ പൂർത്തിയാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാ ഹംദൻ കത്തീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥതകളിൽ നിന്നാണ് ഓരോ നന്മകൾ ഉണ്ടാകുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത അത് നമ്മുടെ ഭക്തിയുടെ ഭാഗമാണ്. അങ്ങനെ പള്ളി ആരതുമല്ല. പള്ളി പറഞ്ഞാൽ അള്ളാഹുവിൻ്റേതാണ് പള്ളി എന്ന് പറയും. അതിനോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത നമ്മുടെ ഹൃദയത്തിൻ്റെ ഭക്തിയിൽ നിന്നുണ്ടാവുന്ന ആത്മാർത്ഥതയാണതെന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് ഒരു പള്ളിയിലേക്ക് ജുമുഅക്ക് ഖുതുബക്ക് ചെല്ലുമ്പോൾ ആ പള്ളി ഏറ്റവും ആദ്യം എത്തുന്ന ആൾ ഞാനായിരിക്കും. അപ്പോൾ അവിടെ ചെല്ലണ സമയത്ത് എന്തായിരിക്കും, ഖുതുബക്ക് വേണ്ടി ആകുന്നതുകൊണ്ട് വാഹനം എത്തിപ്പെടുമ്പോൾ എല്ലാവരും ജുമുഅക്കത്തിൻ്റെ മുന്നേ നമ്മൾ പള്ളിയിലെത്തും. അപ്പം ആ സമയത്ത് അന്ന് ഹൗലല്ലേ, പൈപ്പല്ല, ആ ഹൗദിൽ എന്ത് ചെയ്യുന്നുണ്ട്, കഴുകിക്കൊണ്ടിരിക്കുന്ന, ആ ഹൗല് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കാണും. അയാൾ അവിടുത്തെ ജീവനക്കാരനോ ജോലിക്കാരനോ ഒന്നുമല്ലേ. മുമ്പ് കാലങ്ങളിൽ മദ്യപിച്ച് ജീവിച്ച് പിന്നെ ജീവിയ പരിവർത്തനമുണ്ടായി, അത് പിന്നെ പള്ളിയിലായി, അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. അയാളെ ആരും ഏൽപ്പിച്ചാൽ, പക്ഷെ ആത്മാർത്ഥതയ്ക്കുള്ളൊരു ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി ഒരു സ്ത്രീ മരണപ്പെട്ടു. അപ്പോൾ രാത്രി മരണപ്പെട്ടതുകൊണ്ട് നബിയെ ആരും അത് അറിയിച്ചില്ല. അങ്ങനെ രാവിലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ മരണപ്പെട്ടു, ജനാസ മറവ് ചെയ്തു എന്നറിയിക്കപ്പെട്ടപ്പോൾ അല അദൻതുമൂനി, നിങ്ങൾക്ക് എന്നെ അറിയിച്ചുകൂടായിരുന്നോ എന്ന് നബി ചോദിക്കുന്നു. അങ്ങനെ നബി എന്ത് ചെയ്തു, സഹാബത്തിനെയും കൂട്ടി ആ സ്ത്രീയെ മറവ് ചെയ്ത സ്ഥലത്ത് പോയിട്ട് അവർക്ക് വേണ്ടി നമസ്കരിച്ചു എന്നാണ്. അതാണ് ഖബറിൻ്റെ അടുക്കൽ വെച്ച് നമസ്കരിക്കുവാനുള്ള തെളിവും അതാണ്. നമുക്ക് വേണ്ടി നമസ്കരിച്ചു എന്നാണ്. അപ്പോൾ പള്ളിയോട് കാണിക്കുന്ന ആത്മാർത്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സുഹൃത്ത് ബഷീർ, നമ്മളെല്ലാവരും ഈ ജുമുഅക്ക് വരുന്ന എല്ലാ ആളുകളും സ്ഥിരമായി കാണുന്ന ഒരാളാണ്. അത് ജുമുഅ കഴിഞ്ഞാൽ നമ്മുടെ ഈ പള്ളീൻ്റെ പൊതു കലക്ഷന് വേണ്ടി ബക്കറ്റുമായി നമ്മുടെ മുമ്പിൽ നിന്നിരുന്ന നമ്മുടെ ഈ പള്ളിയുടെ ആരംഭകാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ. അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു, നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. 5 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരം. ഈ സന്ദർഭത്തിൽ വെള്ളിയാഴ്ചയുള്ള മരണം അള്ളാഹുവിൻ്റെ അടുക്കൽ മാമിൻ മുസ്ലിമിൻ യമൂത്ത് യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ ഇല്ല വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ. ആ അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനം അദ്ദേഹത്തിൽ നിറവേറ്റപ്പെടുകയും അള്ളാഹു പരലോക ജീവിതമാക്കി ഖബർ ജീവിതമൊക്കെ അദ്ദേഹത്തിന് ധന്യമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിന്ന് വന്നു പോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ